Hi everyone. Today we are going to study about computer aided software engineering tools, that is the CASE tool. CASE tool basically software engineering managers ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സോ കോഡിംഗ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ വരുന്ന ഓരോ ആക്ടിവിറ്റിയും അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ഈ ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ദിസ് ടൂൾ ക്യാൻ അസിസ്റ്റ് ഈച്ച് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ കേസ് നെയിം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാനും അതിൽ വരുന്ന ആക്ടിവിറ്റീസിനൊക്കെ വെച്ചിട്ടാണ് ഈ കേസ് എന്ന് പറയുന്ന നെയിം കൊടുത്തിട്ടുള്ളത്. ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്സ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ്, ഡിസൈൻ ആൻഡ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. ഈ മൂന്ന് കാര്യത്തിനാണ് ഈ മൂന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും കേസ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഇനി കേസ് ടൂൾസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ദാറ്റ് ഇൻക്ലൂഡ്സ് ഡിസൈൻ എഡിറ്റേഴ്സ്, ഡാറ്റ ഡിക്ഷണറീസ്, കമ്പൈലേഴ്സ്, ഡീബഗേഴ്സ്, സിസ്റ്റം ബിൽഡിംഗ് ടൂൾസ് ആൻഡ് സോ ഓൺ. അപ്പം ബേസ് മിനിമം ആയിട്ട് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് കൂടാണ്ട് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കേസ് ടൂൾസും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ കേസ് ടൂൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൂളാണ്. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ, പ്രോജക്റ്റ് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പാരലൽ നടത്തുന്ന ഒരു ഓട്ടോമേറ്റഡ് സപ്പോർട്ട് തരുന്ന ഒരു ടൂളാണ് ഈ കേസ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓട്ടോമേറ്റ് ചെയ്യാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിലാണെങ്കിലും നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓട്ടോമേഷനിലൂടെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് ഇത് അസിസ്റ്റ് ചെയ്യുന്നത് ഫേസ് റിലേറ്റഡ് ടാസ്ക് ആണ്. ഫേസ് റിലേറ്റഡ് ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ രീതിയിൽ ഓരോ ടൈപ്പ് ടാസ്ക് ഉണ്ടാവും, സെവറൽ കൈൻഡ് ഓഫ് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാ ടാസ്കിനും വൺ ഓർ ദി അതർ രീതിയിൽ ഈ കേസ് ടൂൾസ് അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്പെസിഫിക്കേഷൻ വരാം, ഡിസൈൻ വരാം, കോഡിംഗ് വരാം, അനാലിസിസ് വരാം, ടെസ്റ്റിംഗ് വരാം. അതൊക്കെ ഓരോ ടാസ്ക്കാണ്, അതിലൊക്കെ കേസ് ടൂൾസ് അസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫേസ് റിലേറ്റഡ് ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ടാസ്ക്കാണ്. അതുപോലെ തന്നെ നോൺ ഫേസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും വരും, ദാറ്റ് ഈസ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കോപ്പിലാണ് നമ്മൾ കൂടുതൽ മൂവ് ചെയ്തത്. ഇത് നമുക്ക് ബേസിക്കലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനും ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസിലൊക്കെ ഈ ഒരു കേസ് ടൂൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ഇത് എഫേർട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് കേസ് ടൂൾ വി ക്യാൻ ഡെവലപ്പ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് മോർ എഫിഷ്യൻ്റ്ലി. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, ക്വാളിറ്റി പ്രോഡക്ട്സ് കൂടുതൽ കിട്ടും. ഓക്കെ, പിന്നെ ലോവർ കോസ്റ്റും സാറ്റിസ്ഫൈബിൾ ആണ്. ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് ഈ കേസ് ടൂൾസ് വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും പറ്റും. ഇത്രയാണ് ഇതിൻ്റെ സ്കോപ്പും ബാക്കിയുള്ള ഇൻട്രൊഡക്ഷനും. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ദാറ്റ് ഈസ് ദ കേസ് ക്ലാസിഫിക്കേഷൻ. ഈ കേസ് ക്ലാസിഫിക്കേഷൻ ബേസിക്കലി ഹെൽപ്പ് us to understand the type of case tools and also the role in supporting software activities. So they can be classified based on three perspectives, that is functional, process and integration. ഈ മൂന്ന് പെർസ്പെക്റ്റീവിലാണ് നമുക്ക് കേസ് ടൂൾസ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. സോ ഫസ്റ്റ് നമ്മൾ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് ഫങ്ഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാനിങ് ടൂൾസ് ലൈക്ക് PERT ടൂൾസ്, എസ്റ്റിമേഷൻ ടൂൾസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്, ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ടൂൾസാണ്. പിന്നെ എഡിറ്റിംഗ് ടൂൾസ് വരുമ്പം ടെക്സ്റ്റ് എഡിറ്റർ, ഡയഗ്രാം എഡിറ്റർ, വേർഡ് പ്രോസസ്സർ. അപ്പോൾ ഇതൊക്കെ ഓരോ സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. പ്ലാനിങ് ടൂൾസ് നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എഡിറ്റിംഗ് ടൂൾസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ മാത്രം ക്യാരി ഔട്ട് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, so we have some example. This is the tool type and some examples. Planning tools നമുക്ക് PERT tools, estimation tools, spreadsheet യൂസ് ചെയ്യാം. പിന്നെ പ്രോട്ടോടൈപ്പിംഗ് ടൂൾസിന് വേണ്ടി ഹൈ ലെവൽ ലാംഗ്വേജസ്, യൂസർ ഇൻ്റർഫേസ് ജനറേറ്റർ, ടെസ്റ്റിംഗ് ടൂൾസിന് ഡാറ്റ ജനറേറ്റർ, ഫയൽ കമ്പാരറ്റർ, അങ്ങനെ കുറേ ടൂൾസും ഉണ്ട്. അതിൻ്റെ ഓരോ ടൂൾസിൻ്റെ യൂസേജ് എന്താണെന്നുള്ള രീതിയിലും ഉണ്ട്. അപ്പം ഓരോ കാര്യം വരുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ടൂൾസ് യൂസ് ചെയ്യാം. സോ എവറി ഓഫ് ദീസ് ടൂൾസ് കംസ് അണ്ടർ ദ കേസ് ടൂൾസ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ പ്രോസസ് പെർസ്പെക്റ്റീവ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താണ് അവർ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് പ്രോസസ് ആക്ടിവിറ്റിയാണ് അത് ബേസ് ചെയ്തിട്ടാണ് കേസ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്രോസസ് ഫേസ് ഉണ്ട്, ദാറ്റ് ഈസ് എസ്റ്റിമേറ്റിംഗ്, ടെക്സ്റ്റ് എഡിറ്റിംഗ്, ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. ഇതിൽ ഇൻ ഫേസ് ആയിട്ടുള്ളതും ഔട്ട് ഓഫ് ദി ഫേസ് ആയിട്ടുള്ള നമ്മളിവിടെ നേരത്തെ പഠിച്ചിരുന്നില്ലേ. സോ ഹിയർ വി ഹാവ്
സീൻ ഫേസ് റിലേറ്റഡ് ടാസ്ക് ആൻഡ് നോൺ ഫേസ് ആക്ടിവിറ്റീസ്. അപ്പോൾ അത് രണ്ടിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് പെർസ്പെക്റ്റീവ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ്, ഈ 4 കാര്യങ്ങളാണ് കൂടുതലും പ്രോസസ് ഫേസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമുക്ക് കുറച്ച് മാർക്കിങ്സ് കാണാം. ദാറ്റ് ഈസ് വി ഹാവ് ദ ടൂൾസ് ഹിയർ. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റഡ് ടാസ്കും വരുന്നുണ്ട്: സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. അപ്പോൾ സ്പെസിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് പ്ലാനിങ്, എഡിറ്റിംഗ് ടൂൾസും ഡോക്യുമെൻറ്റേഷൻ ടൂൾസും ഈ ഇത്ര ടൂൾസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ മേലത്തെ ടൂൾസൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടില്ല, ദാറ്റ്സ് വൈ. അപ്പോൾ സ്പെസിഫിക്കേഷൻ സമയത്ത് നമുക്ക് ഇത്രയും ടൂൾസ് യൂസ് ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് അത് റിലേറ്റഡ് ടൂൾസ് യൂസ് ചെയ്യാം. ഇംപ്ലിമെൻറ്റേഷന് എല്ലാ ടൂൾസ് യൂസ് ചെയ്യാം, ബട്ട് സപ്പോർട്ടിംഗ് ടൂളും പ്രോട്ടോടൈപ്പിംഗ് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ബ്ലാക്ക് ഡോട്ട് റെപ്രസെൻറ്റ്സ് വിച്ച് എവർ ടൂൾസ് വി ക്യാൻ യൂസ് ഇൻ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കേസ് സിസ്റ്റം. അപ്പോൾ കേസ് സിസ്റ്റം നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫഗെറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ഈ ഒരു കേസ് സിസ്റ്റത്തിന് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇസ് ടൂൾസ്, വർക്ക് ബെഞ്ചസ് ആൻഡ് എൻവയറമെൻറ്റ്സ്. ഓരോന്നെന്താ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ടൂൾസ്. ടൂൾസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പ്രോസസ്സിനെയും ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ പ്രോസസ് ടാസ്കിനെ സപ്പോർട്ട് ചെയ്യാനാണ് വി യൂസ് ടൂൾസ്. So task in the sense we can check the consistency of a design, we can compile a program, we can compare the test results. കുറേ ടെസ്റ്റിംഗ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ടെസ്റ്റ് റിസൾട്ട്സും കമ്പയർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ പ്രോസസ്സിലാണ് നമ്മൾ ഈ ടൂൾസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ടൂൾസ് തന്നെ ജനറൽ പർപ്പസ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡ് അലോൺ ടൂൾസും വരാം, പിന്നെ വർക്ക് ബെഞ്ചസിൻ്റെ കൂടെ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ടൂൾസും വരാം. ചില ടൂൾസ് ചില ഒരു പ്രോസസ് സ്പെസിഫിക് ആക്ടിവിറ്റിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആയിരിക്കും. ചില ടൂൾസ് നമുക്ക് വേറെ രീതിക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് വർക്ക് ബെഞ്ചസ്. വർക്ക് ബെഞ്ചസ് എന്ന് പറയുന്നത്, ഈ വർക്ക് ബെഞ്ചസ് എന്ന് പറയുന്ന കാര്യം സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ് ഫേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പെസിഫിക്കേഷനും ഡിസൈനും ആണ്. നമ്മൾ ഏത് എൻവയറമെൻറ്റിലാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഈ വർക്ക് ബെഞ്ചിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ ബേസിക്കലി ദേ കൺസിസ്റ്റ് ഓഫ് ദ സെറ്റ് ഓഫ് ടൂൾസ് വിത്ത് സം ഗ്രേറ്റർ ഓർ ലെസർ ഡിഗ്രി ഓഫ് ഇൻറ്റഗ്രേഷൻ. നമ്മൾ ഏത് ടൂൾ വെച്ചാണ്, ഏത് എൻവയറമെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഡിസൈൻ പറയുന്നതും അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വർക്ക് ബെഞ്ചിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് എൻവയറമെൻറ്റ്സ്. എൻവയറമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ സോഫ്റ്റ്വെയർ പ്രോസസ്സും അല്ലെങ്കിൽ എല്ലാം അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്റ്റൻഷ്യൽ പാർട്ട് ഓഫ് ദി സോഫ്റ്റ്വെയർ പ്രോസസ്സിന് നമ്മൾ എൻവയറമെൻറ്റ് എന്ന് പറയും. അപ്പോൾ കുറേ വർക്ക് ബെഞ്ചസ്, ഇങ്ങനെ കുറേ എൻവയറമെൻറ്റ്സിൽ കുറേ വർക്ക് ബെഞ്ചസ് ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എൻവയറമെൻറ്റ്സ് എന്ന് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദേ കൺസിസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോസസ്. So here is a pictorial representation that comes under case technology. അപ്പോൾ കേസ് 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ടൂൾസ്, വർക്ക് ബെഞ്ചസ്, എൻവയറമെൻറ്റ്സ്. ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, ഇൻ ഫേസ് ആവട്ടെ ഔട്ട് ഓഫ് ദ ഫേസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. വർക്ക് ബെഞ്ചസ് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. വർക്ക് ബെഞ്ച് ആരും ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് എൻവയറമെൻറ്റ്സ് ആണ്. ടൂൾസിൽ നമുക്ക് എഡിറ്റർ, കമ്പൈലർ, ഫയൽ കമ്പാരറ്റീവ്, ഇതൊക്കെ ഓപ്പറേഷൻസ്, ആ ടൂൾസ് വെച്ച് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത്. എൻവയറമെൻറ്റ്സിൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന എൻവയറമെൻറ്റ്സ് ഉണ്ട്, പ്രോസസ് സ്പെസിഫിക് മാത്രമായിട്ട് പ്രോസസ് സെൻറ്റേർഡ് മാത്രമുള്ള എൻവയറമെൻറ്റും ഉണ്ട്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ഫേസിലും അനാലിസിസ് ഫേസിലും പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഫേസിലും ടെസ്റ്റിംഗ് ഫേസസിലൊക്കെ ഈ കേസ് ടെക്നോളജീൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൾട്ടി മെത്തേഡ് വർക്ക് ബെഞ്ചസ്, സിംഗിൾ മെത്തേഡ്, ജനറൽ പർപ്പസ്, ലാംഗ്വേജ് സ്പെസിഫിക്, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് വർക്ക് ബെഞ്ചസ് വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് വി ക്യാൻ യൂസ് ദിസ് കേസ് ടെക്നോളജി. സോ ഇതാണ് ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദ കേസ് എൻഡിങ് വിത്ത് ദ വർക്ക് ബെഞ്ചസ് വി ഹാവ് ദ ഹൈറാർക്കി ലൈക്ക് ദിസ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു കേസ് എൻവയറമെൻറ്റ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കേസ് ടൂൾസും ഓരോന്നും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കോമൺ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു കോമൺ എൻവയറമെൻറ്റ് കൊണ്ടുവരികയാണ്. ഇനി ചില സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കേസ് ടൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ കേസാണ്? ദാറ്റ് ഈസ് ഇഫ് ഡിഫറെൻറ്റ് കേസ് ടൂൾസ് ആർ നോട്ട് ഇൻ്റഗ്രേറ്റഡ്, ആ ഒരു ഡാറ്റ ജനറേറ്റഡ് ബൈ വൺ ടൂൾ ഹാസ് ടു ബി ഇൻസെർട്ടഡ് ടു അതർ ടൂൾ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സെയിം സോർട്ട് ഓഫ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഒരു ടൂൾ ജനറേറ്റ് ചെയ്ത ഡാറ്റ വേറൊരു ടൂളിലേക്ക് ഇൻസെർട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ ഫോമാറ്റ് കൺവേർഷൻസ് ചെയ്യേണ്ടി വരും. ഇപ്പം ടെക്സ്റ്റ് ഫയലോ ബൈനറി ഫയലോ PDF ഫയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷൻ അനുസരിച്ച് അതിൻ്റെ ഫോമാറ്റ് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ബിക്കോസ് വി ആർ യൂസിങ് ഡിഫറെൻറ്റ് ടൂൾസ് will have different formats. അതനുസരിച്ച് we should involve the conversion of the format. അതുപോലെ തന്നെ
It results in additional effort of exporting data from one tool and importing to another. Okay, ഡാറ്റ ഒരു സ്ഥലത്തു നിന്ന് ഒരു ടൂളിൽ നിന്ന് വേറൊരു ടൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അഡീഷണൽ എഫേർട്ടും കോസ്റ്റും വരും. അപ്പം ഇതാണ് ഒരു കേസ് എൻവയറമെൻ്റ് എന്ന് പറയുന്നത്. വി ഹാവ് ദ സെൻട്രൽ റെപ്പോസിറ്ററി ആസ് എ ഡാറ്റാബേസ്. അപ്പോൾ അതിലേക്കാണ് അതിലോട്ടേക്ക് ആക്സസ്സും ഉണ്ട്, അതിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്സസ്സും ഉണ്ട്. ദാറ്റ് ഈസ് എ ടു വേ ബൈ ഡയറക്ഷണൽ ആരോസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് ജനറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ റെപ്പോസിറ്ററിയിൽ അത് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അത് തിരിച്ച് ആക്സസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും സേവ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കേസ് എൻവയറമെൻറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പ്രോട്ടോടൈപ്പിംഗ് ആവട്ടെ, മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസ് ആവട്ടെ, ക്വറി ആൻഡ് റിപ്പോർട്ട് ഫെസിലിറ്റീസ്, ഡോക്യുമെൻറ്റ് ജനറേഷൻ, സ്ട്രക്ചർഡ് അനാലിസിസ്, ഇത് ഫുൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും കൂടി വെച്ചിട്ട് നമ്മൾ ഫുള്ളി ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഫുള്ളി ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ പ്രോജക്റ്റ് യൂഷ്വലി കടന്നു പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡെപ്പിക്റ്റഡ് യൂസിങ് എ കേസ് എൻവയറമെൻറ്റ്. ഓക്കെ, ഇനി കേസ് അതിൻ്റെ ഒരു ആ പിക്ചറിൻ്റെ ഇപ്പോൾ കണ്ട ഈ പിക്ചറിൻ്റെ ഒരു ഫുള്ളി എക്സ്പ്ലനേഷൻ ആണ്. അതിന് മെയിനായിട്ടൊരു സെൻട്രൽ റെപ്പോസിറ്ററി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ കേസ് ടൂൾസിൽ നിന്ന് തരുന്ന ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ഒരു കൺസിസ്റ്റൻറ്റ് വ്യൂവിൽ കാണിക്കാനാണ് ഇങ്ങനത്തെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ തരുന്നത്. സോ ഡിഫറെൻറ്റ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേസിലുള്ള എല്ലാ സ്റ്റേജസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ റെപ്പോസിറ്ററിയിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും. വി ഓൾസോ can access the data dictionary which contains the definition of all the data items. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഒബ്ജക്ട്സിൻ്റെയും ഡാറ്റ ഐറ്റത്തിൻ്റെയും എല്ലാ തരം ഡെഫിനിഷൻസും ആ ഒരു ഡാറ്റ ഡിക്ഷണറിയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രൽ റെപ്പോസിറ്ററി സെൻട്രലൈസ്ഡ് ആയിട്ട് നടുക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കേസ് ടൂൾസും എല്ലാ എൻവയറമെൻറ്റിൽ കൂടിയും എല്ലാ ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രൽ റെപ്പോസിറ്ററി നടുക്ക് വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ കൂടി എല്ലാ പ്രോസസ്സും കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ അതനുസരിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. Okay, so this is how central repository works in bidirectional way. ഇനി കേസ് എൻവയറമെൻറ്റും പ്രോഗ്രാമിംഗ് എൻവയറമെൻറ്റും എന്താണ്? കേസ് എൻവയറമെൻറ്റ് നമ്മൾ കേസ് ടൂൾസ് യൂസ് ചെയ്തിട്ട് റെപ്പോസിറ്ററി വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രോഗ്രാമിംഗ് എൻവയറമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളനുസരിച്ച് കോഡിംഗ് ഫേസ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആ ഒരു ഫേസിനെ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. So here you have some explanation, that is case environment is basically a step-by-step methodology of software development. Okay, അപ്പോൾ കേസ് എൻവയറമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ എല്ലാ സ്റ്റേജസും ഇൻഡിവിജ്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടന്ന് പോയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു കാര്യം ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിംഗ് എൻവയറമെൻറ്റ് എന്ന് പറയുമ്പം ടൂൾസിൻ്റെ കളക്ഷനാണ്. ദാറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് കളക്ഷൻ ഓഫ് ടൂൾസ് ടു സപ്പോർട്ട് ഓൺലി ദ കോഡിംഗ് ഫേസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഒരു കോഡിംഗ് ഫേസ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന എൻവയറമെൻ്റ് ആണ് പ്രോഗ്രാമിംഗ് എൻവയറമെൻറ്റ്. ബട്ട് ഈ കേസ് എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോഗ്രാമിംഗ് എൻവയറമെൻറ്റിന് വേണ്ടിയുള്ള ടൂൾസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് എഡിറ്റർ, കമ്പൈലർ ആൻഡ് ഡീബഗർ ആണ്. സോ ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. സാധാരണയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന GEdit, ടെക്സ്റ്റ് എഡിറ്റർ അതൊക്കെ തന്നെയാണ്. പിന്നെ കമ്പൈലർ കമ്പൈൽ ചെയ്യാനും ഡീബഗർ ബഗ്സ് കണ്ടുപിടിക്കാനും അതനുസരിച്ച് ബഗ് ചെയ്ത് എറർ മാറ്റാനും അങ്ങനത്തെ കാര്യങ്ങൾ. സോ നമ്മൾ യൂഷ്വലി ഫെമിലിയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ തന്നെയാണ്. എക്സാമ്പിൾ യു ഹാവ് C++, വിഷ്വൽ ബേസിക്, ടർബോ C++, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻവയറമെൻറ്റ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്, IDE എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് സെയിം. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരു IDE യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി കേസ് എൻവയറമെൻറ്റിൻ്റെ ആർക്കിടെക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കേസ് ടൂൾസ് നമുക്ക് ഇതിൽ റിലേറ്റഡ് ആണ്. അതുകൂടാതെ തന്നെ കേസ് എൻവയറമെൻറ്റിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആർക്കിടെക്ചറിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് യൂസർ ഇൻ്റർഫേസ്, സെക്കൻഡ് വൺ ഇസ് ടൂൾ സെറ്റ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ. നമുക്ക് റെപ്പോസിറ്ററി ബൈഡയറക്ഷണൽ ആയിട്ടുള്ള റെപ്പോസിറ്ററി ഉണ്ട്. അതിൻ്റെ മേലെ ഫസ്റ്റ് ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ മേലെയാണ് ടൂൾ സെറ്റ്, അതിൻ്റെ മേലെയാണ് യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ യൂസറിന് കിട്ടുന്നത് ഏറ്റവും മേലെയുള്ള ഇൻ്റർഫേസ് ആണ്. ഓക്കെ, സോ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് കേസ് ടൂൾസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് ഈ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് യൂസറിന് ആ ടൂൾസ് വെച്ച് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ ടൂൾസും എങ്ങനെയാണെന്ന് പഠിക്കാനുള്ളൊരു ഓവർ ഹെഡ് ഒഴിവാക്കും. നമുക്ക് ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് എങ്ങനെയാണ് അതിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ആസ് എ സെറ്റ് ഓഫ് എൻറ്റിറ്റീസ്. കേസ് ടൂൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. അതുപോലെ തന്നെ നമുക്ക്
സ്റ്റോറേജ് റിലേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് നമുക്ക് ഇതിലോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഹിയർ യു ക്യാൻ സീ ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇസ് മാപ്പിംഗ് ടു എ റെപ്പോസിറ്ററി. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് സ്റ്റോറേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ ബെനിഫിറ്റ്സ് ഓഫ് കേസ്. ബെനിഫിറ്റ്സ് ഓഫ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേസസിൽ കൂടി നമ്മൾ എന്തായാലും ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായാലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ദാറ്റ് ഇസ് SDLCയിൽ നമ്മൾ എല്ലാ ഫേസസിലും കൂടി പാസ് ചെയ്യണം. അപ്പോൾ ഈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കേസ് എൻവയറമെൻറ്റ് ആൻഡ് കേസ് ടൂൾസ് ആകുമ്പോൾ അതനുസരിച്ച് നമുക്ക് എഫേർട്ട് റിഡക്ഷൻ 30 to 40% നമുക്ക് എഫേർട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിലെല്ലാം ഇറ്റ് ഗോസ് വിത്ത് ഓട്ടോമേഷൻ, ഇറ്റ് ഗോസ് വിത്ത് സ്റ്റോറേജ്, ഒബ്ജക്റ്റ് ക്രിയേഷൻ, ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ പലതരം കാറ്റഗറീസ്. അപ്പോൾ ഇതിലെ കൂടി എല്ലാം നമ്മുടെ പ്രോജക്റ്റ് കടന്നു പോകുമ്പോൾ കുറച്ചും കൂടി ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ എഫേർട്ട് എല്ലാ ഫേസസിലും ഇൻഡിവിജ്വലി ചെയ്യുന്ന എഫേർട്ടിനെക്കാളും കേസ് എൻവയറമെൻറ്റിൽ കേസ് ടൂൾസ് വെച്ച് ചെയ്യുമ്പോൾ പിന്നെയും കുറവായിരിക്കും. പിന്നെ ഹ്യൂമണിൻ്റെ ഇൻ്റർവെൻഷൻ കുറച്ചും കൂടി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറേഴ്സ് റെഡ്യൂസ് ചെയ്യും. ദെൻ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻറ്റ് ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ റെപ്പോസിറ്ററിയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷനും റിഡൻഡൻസിയൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. പിന്നെ reduces the drudgery of engineers' work while creating and balancing DFDs. നമ്മളിപ്പം എന്തെങ്കിലും ഫ്ലോ ഡയഗ്രാംസ്, കൺട്രോൾ ഗ്രാഫ് അതൊക്കെ വരയ്ക്കുമ്പോൾ എഞ്ചിനീയേഴ്സ് അത് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫേസസ് അനുസരിച്ച് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഈ കേസ് ടൂൾസ് വെച്ച് നമ്മൾ അത് ഡാറ്റ ഫ്ലോ ഡയഗ്രാമും എങ്ങനെയാണ് ഡാറ്റാൻ്റെ മൂവ്മെൻറ്റും എല്ലാം നമ്മൾ വരയ്ക്കുമ്പം അതനുസരിച്ച് കേസ് ടൂൾസ് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ചെയ്യുന്ന വർക്കിനെക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ദെൻ ഇറ്റ് ഗോസ് വിത്ത് കോസ്റ്റ് സേവിങ്. മെയിൻ്റെനൻസ് ഫേസിൽ കോസ്റ്റ് സേവിങ് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കമ്പനീൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ തന്നെ അത് മൊത്തത്തിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം യൂഷ്വലി നമ്മൾ കേസ് ടൂൾസ് വെച്ച് ചെയ്യാത്ത ഒരു പ്രോജക്റ്റും കേസ് ടൂൾസ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റും നല്ല അധികം ഡിഫറൻസ് ഉണ്ടാവും. ഓട്ടോമേഷനിലാണെങ്കിലും ക്വാളിറ്റീസിലാണെങ്കിലും അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കിലാണെങ്കിലും എഫേർട്ടിലാണെങ്കിലും എല്ലാത്തിനും ചേഞ്ചസ് വരും. സോ ഇറ്റ് ഈസ് എവറി ടൈം ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി വർക്ക് വിത്ത് കേസ് ടൂൾസ്. ഓക്കെ, and the last point is changes need to transform baseline file to next version is called stored, and that is called as deltas. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി വി ആർ ഫെമിലിയർ വിത്ത് ബേസ് ലൈൻ. എങ്ങനെയാണ് ബേസ് ലൈൻ വെച്ചിട്ട് പുതിയ റിസോഴ്സ് നമ്മൾ റിസർവ് ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് വേറൊരു ബേസ് ലൈൻ വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ റിസർവ് ചെയ്ത റിസോഴ്സ് നമ്മൾ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ ഡെൽറ്റാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേസ് ടൂൾസിൽ വരുന്നത്. നമ്മൾ കേസ് ടൂൾസ് എന്താണെന്ന് പഠിച്ചു, കേസ് ടൂൾസിൻ്റെ ആർക്കിടെക്ചറും പഠിച്ചു, അതിൽ വരുന്ന കാര്യങ്ങളും പഠിച്ചു. ഓക്കെ, സോ ദസ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് മോഡ്യൂൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.